CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിംനിസിനെ കുറിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ KP യെ കുറിച്ചുമാണ്. ഈ ഒരു താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KP യെ കുറിച്ചാണ്. നിലവിൽ 1.6 കോടിയോളം മാർക്കറ്റ് വാല്യൂ വരുന്ന ഈ ഒരു താരത്തിന്റെ നിലവിലെ വയസ്സ് 24 വയസ്സാണ്. ഇനി രാഹുലിന്റെ പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു താരത്തിന്റെ മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ടാണ്. പക്ഷേ അതിനുപരി താരം റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടും കൂടാതെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ആ ഒരു റോളിലും കളിക്കാൻ കെൽപ്പുള്ള ഒരു താരം തന്നെയാണ്. നിലവിൽ ഏതായാലും രാഹുൽ KPക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് ഉള്ളത് 2025 വരെയാണ്, അഥവാ ഈ ഒരു സീസൺ അവസാനം വരെ. പക്ഷേ ഒന്നോർക്കുക, കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഈ ഒരു താരം നിലവിൽ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു താരത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ ഏറ്റവും പ്രധാന കാരണം എന്നുള്ളത് താരത്തിൽ നിന്നും അഥവാ രാഹുൽ KP എന്ന മലയാളി യുവ താരത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള താരങ്ങളിലേക്ക് നല്ല രീതിയിൽ ഗോൾ അടിക്കാനുള്ള പാസ് നൽകുന്നില്ല. കൂടാതെ തന്നെ രാഹുൽ KP അവർക്ക് വേണ്ടി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ബോക്സിനകത്ത് രാഹുൽ KPക്ക് ഒരു പന്ത് കിട്ടിയാൽ അഥവാ ബോക്സിന് പുറത്ത് നിന്ന് പന്ത് കിട്ടിയാൽ താരത്തിന് ഒരൊറ്റ മൈൻഡേ ഉള്ളൂ, എനിക്ക് ഗോൾ അടിക്കണം എന്നുള്ളത്. പക്ഷേ ഫുട്ബോൾ എന്നുള്ളത് ഒരു ടീം വർക്കാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാസ് കൊടുക്കാൻ അവിടെ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾക്കൊന്നും തന്നെ രാഹുൽ KP പാസ് കൊടുക്കാത്ത ഒരു അവസ്ഥ ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി താരം നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ഇട്ടുകാനും ഒരു ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നിലവിൽ രാഹുൽ KP ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്, അഥവാ കാത്തിരിക്കുകയാണ് രാഹുൽ KPയുടെ ഗോളിന് വേണ്ടിയിട്ട്. പക്ഷെ ഫുട്ബോൾ എന്നുള്ളത് ഒരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ രാഹുൽ KPയുടെ ഭാഗത്തു നിന്നും ഇനിയും കൂടുതൽ പാസുകളും കൂടാതെ തന്നെ ഗോൾ ക്രിയേഷനുകളും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഈ ഒരു സീസൺ അവസാനം വരെയുള്ള താരത്തിന്റെ കോൺട്രാക്ട് എന്നുള്ളത്, അതിനുശേഷം തീർച്ചയായിട്ടും ഈ ഒരു താരം ചിലപ്പോൾ ചെന്നൈ FCയിലേക്കോ മറ്റേതെങ്കിലും ടീമിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ നമ്മൾ കണ്ടതാണ് രാഹുൽ KPയെ സ്വന്തമാക്കാൻ വേണ്ടി വൻകിട വമ്പൻ ISL ടീമുകൾ എല്ലാം തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ താരത്തിന് ഒരു ടീമിലേക്കും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരുന്നു താരം ഇവിടെ തന്നെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ താരത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കളിക്കളത്തിൽ അത് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം തിരിച്ചറിയുക എന്നുള്ളത് എനിക്കറിയില്ല എന്ന തരത്തിലൊക്കെയാണ്. പക്ഷെ ഏതായാലും രാഹുൽ KPയുടെ ഭാഗത്ത് നിന്നും ഇനിയും കൂടുതൽ പാസുകൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ സ്ട്രൈക്കർ ആയിട്ടുള്ള അഥവാ ഏറ്റവും അവസാനത്തെ സൈനിങ് ആയിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിംനിസിനെ കുറിച്ചാണ്. നിലവിൽ ഏതായാലും ഈ ഒരു താരത്തിന് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ താരം ISL മത്സരം കളിക്കാൻ വന്ന അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ആദ്യ മത്സരം കളിക്കാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഉടൻ തന്നെ താരം ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തെ വലിയ ഹൈപ്പിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം നിർത്തിയിരിക്കുന്നത്. ഏതായാലും 2026 വരെ അഥവാ 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ജീസസ് ജിംനിസ് എന്ന ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നിലവിലേക്ക് കണക്കാക്കുകയാണെങ്കിൽ 7.2 കോടിയോളം രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ടാണ്, അഥവാ ഒരു സ്ട്രൈക്കർ ആയിട്ടാണ്. പക്ഷേ ഈ ഒരു താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും കളിക്കാൻ കൽപ്പുള്ള ഒരു താരം കൂടിയാണ്. ഏതായാലും ഇനി ഈ ഒരു താരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കളിക്കളത്തിലൊക്കെ താരത്തിന് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. പക്ഷേ എന്റേത് അങ്ങനെയല്ല. താരം എന്താണെന്ന് വെച്ചാൽ താരത്തിന് പന്ത് ആരെങ്കിലും കൊടുത്താൽ ഗോൾ അടിക്കും, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ജീസസ് ജിംനിസ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് മത്സരവും കളിച്ചിട്ടുള്ളത്. നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ പല മത്സരങ്ങൾ എടുത്തു നോക്കിയാലും അഡ്രിയാൻ ലൂണയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് പ്രസ്സിംഗ് മൂവ്മെന്റ് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ഒഡീഷ FCക്കെതിരായുള്ള മത്സരത്തിൽ ഗോളിയുടെ അടുത്തേക്ക് നടക്കുന്ന ഒരു പ്രസ്സിംഗ് അഥവാ ISLന്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളും നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ട്രൈക്കറായി കളിക്കുന്ന ഈ ഒരു താരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ് ചെയ്യാതെ കളിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. താരത്തിന്റെ കയ്യിൽ ബോൾ കിട്ടിയാൽ താരം ഗോൾ അടിക്കും, അത്രമാത്രം ചെയ്യും, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താരത്തിന്റെ ഭാഗത്ത് നിന്നും പ്രോപ്പർ ആയിട്ടുള്ള പ്രസ്സിംഗ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്.
ലൂണ അവസാനത്തെ ഒഡീഷ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ നടത്തിയൊരു പ്രസ്സിംഗ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനു മുമ്പത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ ജീസസ് ദിമിസിന് നല്ലൊരു ചാൻസ് അങ്ങനത്തേത് ഉണ്ടായിരുന്നു. പക്ഷേ താരം പ്രസ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഒഡീഷ എഫ് സിക്കെതിരായുള്ള മത്സരം ഒരുപാട് നമ്മൾ തവണ കണ്ടതാണ്. ആ ഒരു മത്സരത്തിൽ ഒന്നും തന്നെ താരത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടില്ല. സംഭവം താരം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, നോഹ സദോയ്ക്ക് ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ട്, അതൊക്കെ ഓക്കെ ആണ്. പക്ഷേ താരത്തിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ മിസ് ആവുന്നുമുണ്ട്. എന്നാൽ 2 വർഷത്തേക്കാണല്ലോ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കാൽ സ്റ്റേറാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ. അതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു പരിശീലകന്റെ കീഴിൽ ഇനിയും ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉയരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇരു 2 പ്ലേയേഴ്സും നല്ല രീതിയിൽ തന്നെ ഓക്കെ ആണ്. ഏതായാലും എനിവേ എന്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു താരങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതിൽ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.